എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കൊളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 46 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 19 സാമ്പിളുകളിലും ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമം, അപ്പോഴും ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളത്തിലാണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ അവരുപയോഗിക്കുന്ന സ്ഥിരമായി എടുക്കുന്ന ജലസ്രോതസ്സുകളുണ്ട്, അതല്ലാതെ പുറത്തുനിന്ന് വെള്ളം ടാങ്കർ ലോറികളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് ഉറപ്പിക്കാറായോ? വിജയകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട 3 സ്രോതസ്സുകളിൽ നിന്നാണ് DLF ഫ്ളാറ്റിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, കുടിവെള്ളത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ സാമ്പിളുകളാണ് 46 എണ്ണം പരിശോധന കഴിച്ചത്. ഇതിൽ 19 എണ്ണത്തിലാണ് കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിജയകുമാർ ചോദിച്ചതുപോലെ തന്നെ എവിടെ നിന്നുള്ള സ്രോതസ്സിലാണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം എന്നുള്ളത് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇതുവരെ ആരോഗ്യവകുപ്പ് പങ്കുവച്ചിട്ടില്ല. ഏതായാലും 19 സ്രോതസ്സുകളിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയും 3 എണ്ണത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളത് വലിയ ഗൗരവമായിട്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ ഇന്നലെ 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഈ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ കോളി ബാക്ടീരിയയുടെ ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. DLFൽ അവിടുത്തെ ജലസാമ്പിളുകളിൽ 19 സാമ്പിളുകളിലും ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അത് എവിടെ നിന്നുള്ള വെള്ളമാണ്, പുറത്തു നിന്നുള്ളതാണോ അതോ ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന ജലസ്രോതസ്സിൽ നിന്ന് എടുത്തതാണോ എന്നത് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. അക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പ് ഒന്നും വിശദീകരിക്കുന്നില്ല എന്നാണ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.